പുടവ എടുക്കൽ പാർട്ട് 2ലേക്ക് കിടക്കാം. പാർട്ട് 1 കാണാത്തവർ പാർട്ട് 2 കാണരുത്. പാർട്ട് 1 പോയി കണ്ടിട്ട് വരൂ. കുറെ ഷർട്ടുകളൊക്കെ നോക്കി ഒന്നും സെറ്റ് ആയില്ല. അവർക്ക് ഷർട്ട് കിട്ടാത്തതിന്റെ സങ്കടം, എനിക്കിവിടെ വീഡിയോ എടുക്കാത്തതിന്റെ സങ്കടം. ഓരോ സങ്കടങ്ങളെ. അങ്ങനെ ഒരു വിധത്തിൽ അവരുടെ കാര്യങ്ങളെല്ലാം സെറ്റ്. ഇനി അടുത്ത് നമുക്ക് റിസപ്ഷൻ ഡ്രസ്സ് എടുക്കാനാണ്. അങ്ങനെ റിസപ്ഷൻ ഡ്രസ്സ് നമ്മൾ താഴെ വന്നു. എല്ലാം സെപ്പറേറ്റ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് എടുത്തു. ബില്ലിപ്പോ ഒരുപാട് വരും. അതുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾ പോയി മമ്മം കഴിച്ചിട്ട് വരൂ, അതിനുള്ളിൽ എല്ലാം റെഡിയാക്കി വെക്കാമെന്ന്. അങ്ങനെ നമ്മൾ മമ്മം കഴിക്കാൻ വന്നതാണ്. എന്താണ് പോയി കാലത്ത് നമ്മൾ 11 മണിക്ക് അതിന്റെ ഉള്ളിൽ കയറിയതാണ്. ഇപ്പൊ സമയം 3 മണി കഴിഞ്ഞു. എന്നിട്ടാണ് നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ നേരെ ഹോട്ടൽ ഗസലിൽ വന്നു. പിന്നെ എന്നും പറയുന്ന പോലെ ബിരിയാണി, ഹാഫ് ബിരിയാണി എനിക്ക് തികയുമോ എന്ന് വരെ തോന്നി. ഇവിടെ വിശന്നിട്ടിരിക്കുമ്പോ ഈ മുടി ഒരു ശല്യമായി പോയി. ഹാഫ് ബിരിയാണി അങ്ങനെ പള്ള നിറച്ച് കഴിച്ചു. അവരവിടെ കാഴ്ച വസ്തുവിന് വേണ്ടി വെച്ച ജീരകം ഞാൻ എടുത്ത് കയ്യിൽ പിടിച്ചു. കയ്യിലല്ല, വായില്. ആദ്യമായിട്ടാണ് സ്വയംവര ഒരു കടയിൽ വന്നിട്ട് ഡ്രസ്സുകൾ ഫുള്ളും, അതും കല്യാണത്തിന് വേണ്ടിയിട്ട് വന്ന ഡ്രസ്സുകളെല്ലാം ഫുള്ളായിട്ട് കിട്ടുന്നത്. സോ സ്വയംവര എക്സൽസ് കൊള്ളാം, നല്ല കളക്ഷൻ അല്ലേ കൃപ? സത്യം പറഞ്ഞത്, സത്യം. ഞങ്ങൾക്ക് എല്ലാം കിട്ടി. അങ്ങനെ സ്വയംവര സിൽക്സ് വന്നിട്ട് എല്ലാം എടുത്തു. എന്റെ പൊന്നു, നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അവിടുത്തെ കസ്റ്റമർ സർവീസ് പറയാതിരിക്കാൻ വലിയ ബീന ചേച്ചി അടിപൊളിയായിരുന്നു. നമ്മൾ റിസപ്ഷൻ ഡ്രസ്സ് ഒന്നും വിചാരിച്ച പോലെ കിട്ടിയില്ല എന്ന് പറഞ്ഞിരുന്നത്, പക്ഷെ ആള് കൂടുതലുള്ളത് കാരണം നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് എല്ലാം കിട്ടി. അത്രയും നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. കൊള്ളാം, നല്ലതാ, എനിക്ക് ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. അതുകൊണ്ട് ഇനി അടുത്ത വീഡിയോ വരാം. ടാറ്റാ.